ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു ക്രിസ്മസ് എക്സാമിൻ്റെ. സോ ഇന്ന് ബയോളജി ആയിരുന്നു, സുവോളജിയും ബോട്ടണിയും ഒരുമിച്ച്. അപ്പോൾ ആദ്യം ബോട്ടണിയും രണ്ടാമത് സുവോളജി ആയിരുന്നു. സോ എനിക്ക് വന്നിട്ട് സുവോളജി ബോട്ടണീനെക്കാട്ടിലും എളുപ്പമായിട്ടാണ് തോന്നിയത്. ഇന്നലെ ഞാൻ സുവോളജിയാണ് മെയിനായിട്ട് പഠിച്ചത്. സുവോളജിയുടെ ഒരു ചാപ്റ്റർ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇല്ലേ, അത് ഞാനിരുന്ന് ഭയങ്കര ഇതായിട്ടിരുന്ന് പഠിച്ചു. കാര്യം ആ ചാപ്റ്റർ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് മാത്രം നല്ലോണം ഇരുന്ന് പഠിച്ചു ഇന്നലെ രാത്രി. ബോട്ടണി ഞാൻ അധികം നോക്കിയില്ല. സുവോളജി പിന്നെയും എനിക്ക് അറിയായിരുന്നു. ബോട്ടണി ഞാൻ കുറേയൊക്കെ വായിച്ചു നോക്കി. എങ്കിലും ഇന്നത്തെ എക്സാം പൊതുവേ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ബോട്ടണി പഠിച്ചിരുന്നെങ്കിൽ നല്ലോണം എഴുതായിരുന്നു. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം. പിന്നെ അതായത് ബോട്ടണി വന്നിട്ട് ടെക്സ്റ്റിൻ്റെ ഇടയിൽ മറ്റേ ക്വസ്റ്റ്യൻ വരാത്ത സ്ഥലത്തിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. സോ ഇന്ന് ലാസ്റ്റ് എക്സാം വന്നിട്ട് ഭയങ്കര വിഷമിപ്പിക്കുന്ന എക്സാം ഒന്നും ആയില്ല. അത് സന്തോഷം. പിന്നെ എനിക്ക് ബോട്ടണിയുടെ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇല്ലേ, അതെനിക്ക് ഒട്ടും അറിഞ്ഞൂടായിരുന്നു. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഇത് പഠിച്ചില്ലായിരുന്നു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, ഞാൻ പിന്നെ അത് വിട്ടു. എനിക്ക് അറിയത്തില്ലായിരുന്നു അത് എഴുതാനായിട്ട്. പിന്നെ ബാക്കി കുഴപ്പമില്ലാതെ എഴുതിയ, പക്ഷേ ചില ഇത് വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. 6th ക്വസ്റ്റ്യൻസില്ലേ, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ വിട്ടു. അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നെ അത് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ എഴുതി. പിന്നെ റിവൈസ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് മാർക്ക് അത്ര കുറയുമെന്ന് ഞാൻ പറഞ്ഞത്. സുവോളജിക്ക് പിന്നെ ഞാൻ ഇന്നലെ സുവോളജി മെയിനായിട്ടിരുന്ന് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ലാത്ത സുവോളജി എഴുതി. ബോട്ടണിയെക്കാട്ടിലും എളുപ്പം സുവോളജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ 2-3 നേരം എടുത്ത് ചോദിച്ചപ്പോൾ ബോട്ടണിയാണ് എളുപ്പമെന്ന് പറഞ്ഞു, സുവോളജി പാടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇന്നലെ പഠിച്ചനുസരിച്ചിരിക്കുന്നു. സോ ലാസ്റ്റ് എക്സാം വന്നിട്ട് നമ്മുടെ കെമിസ്ട്രിയും മാത്സും ഒന്നും പോലെ ആവാത്തത് വളരെ സന്തോഷമുണ്ട്. കാര്യം പിന്നെ വെക്കേഷൻ മൊത്തം ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക. അതായത് ആ മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ആ ഒരു ആഘാതം എനിക്ക് ഈ ബയോളജി വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനി ബയോളജി അങ്ങനെ ആവാത്തതുകൊണ്ട് വെക്കേഷൻ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ സന്തോഷത്തിൽ തന്നെ പോവും. പിന്നെ വന്നിട്ട് കെമിസ്ട്രിയുടേത് മാത്സിന് പറയണ്ടല്ലോ, ഭയങ്കര പാടായിരുന്നു. സുവോളജി ഞാൻ എഴുതിയതിൽ കുറച്ച് നല്ലതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സുവോളജിയും പിന്നെ വന്നിട്ട് ഫിസിക്സും ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടണി വരും. ബാക്കി ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ബയോളജിയെ പറ്റി പറയാനായിട്ട്. ഓക്കെ, താങ്ക് യു, ബൈ.